സെലിബ്രിറ്റി ട്രാൻസ്ഫോർമേഷൻ സംസാരിക്കുമ്പോൾ എപ്പോഴും സ്റ്റൈലിംഗിൽ റിലവൻ്റ് ആയിട്ടിരിക്കുകയും അതേസമയം റെക്കഗ്നൈസബിൾ ആയിട്ട് എല്ലാ കാലത്തും ഇരുന്നിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് തൃഷ കൃഷ്ണൻ. തൃഷയുടെ മേക്കപ്പിലും ഹെയർ സ്റ്റൈലിലുമുള്ള ചേഞ്ചസും അതേപോലെ തന്നെ ഓവറോൾ സ്റ്റൈലിംഗിലുള്ള ട്രാൻസ്ഫോർമേഷനുമാണ് എപ്പോഴും തൃഷയെ ഒരു സൗത്ത് ഇന്ത്യൻ ഐക്കോണിക് ആക്ട്രസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു വീണ സിനർജൻ. ഞാൻ വീണ, പ്രൊഫഷണൽ ഞാൻ ഒരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തൃഷയുടെ ഫേസിന്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഓവറോൾ അതൊരു ഓവൽ ഷേപ്പാണ്, എന്നാൽ കുറച്ചൊരു ഹാർട്ട് ഷേപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. സോ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോർഹെഡ് ആണ്. ഫോർഹെഡ് കുറച്ച് വൈഡർ ആണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ തൃഷയെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി വെക്കുന്നത് തൃഷയുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. തൃഷയുടെ കരിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൃഷയുടെ ഫേസ് കുറച്ചും കൂടെ ഫുള്ളർ ആയിരുന്നു, കുറച്ചും കൂടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സോഫ്റ്റർ ആയിട്ടുള്ള കോണ്ടൂർ ആണ് ചെയ്തിരുന്നത്. ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് ഷേപ്പിന്റെ കാര്യത്തിൽ വലിയൊരു ചേഞ്ച് തൃഷയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. തൃഷയുടെ ആദ്യകാല സമയത്ത് തൃഷയുടെ ഫേസ് നോക്കുകയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടെ സ്വീറ്റ് ആയിരുന്നു, കുറച്ചും കൂടെ അപ്രോച്ചബിൾ ആയിരുന്നു, അതുപോലെ തന്നെ യൂത്ത്ഫുൾ ആയിരുന്നു. അതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് തൃഷയുടെ അപ്പോഴുള്ള ഹെയർ സ്റ്റൈലാണ്. ആ ഹെയർ സ്റ്റൈലിൽ ലോങ് ലെയേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതലും ഈ ഫ്ലിക്സ് പോലെയുള്ള കുറച്ച് ഫേസ് ഫ്രെയിമിങ് എലമെന്റ്സ് ഇടുമായിരുന്നു, ഫ്രിഞ്ചസ് ഇടുമായിരുന്നു. ഈവൻ ഓരോ കട്ട്സിന്റെയും എഡ്ജസ് കുറച്ച് അൺഈവൻ ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നീട് തൃഷ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡത്തിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ആസ്പിറേഷനിലായി, കുറച്ചും കൂടി ഗ്ലാമറസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്തർ ആയിട്ടുള്ള ബ്ലോഡ്സും അതുപോലെ തന്നെ ഹെയറിന്റെ വോളിയം കുറച്ച് കൂടുന്ന രീതിയിലും അതേപോലെ തന്നെ കുറച്ചും കൂടി അതിലൊരു സ്ട്രക്ചർ വരുന്നതായിട്ടും കുറച്ചും കൂടെ ഷൈൻ വരുന്നതായിട്ടും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. തൃഷയുടെ കറന്റ് സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എലഗൻ്റായി ആൻഡ് ഇൻറ്റൻഷനിലായി നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള വേവ്സ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും തൃഷയ്ക്ക് കാണാറുള്ളത്. അതുപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നമുക്ക് കാണാം. മിനിമൽ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഹെയറിൻ്റെ കളേഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴായിക്കോട്ടെ, ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതിലായിക്കോട്ടെ, അതിലൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ മിഡിൽ പാർട്ടീഷനാണ് ഇപ്പോൾ കൂടുതൽ തൃഷ പ്രിഫർ ചെയ്യാറുള്ളത്. ഇതെല്ലാം തന്നെ ആ ഒരു സോഫിസ്റ്റിക്കേറ്റഡ്, എലഗൻറ്റ്, ടൈംലെസ് അങ്ങനെയുള്ളൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തൃഷേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തൃഷയുടെ കളർ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സോഫ്റ്റ് ഓട്ടം ടു സോഫ്റ്റ് സമ്മറിലേക്കാണ് അതിരിക്കുന്നത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് ഫേസിൽ കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ, നിയോൺ കളേഴ്സ് പോലെയുള്ള കളേഴ്സ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കളേഴ്സ് അങ്ങനെയുള്ളത് ചൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എലഗൻസും കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേഷനും ഓൾമോസ്റ്റ് മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തൃഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡസ്റ്റി റോസ്, മോവ്, ഒരു സോഫ്റ്റ് ടീൽ, സേജ് ഗ്രീൻ, അതേപോലെ തന്നെ ഒരു വോം ഐവറി, ഷാംപെയിൻ അങ്ങനത്തെ കളേഴ്സിലാണ് തൃഷയെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. തൃഷയുടെ ബോഡി ഷേപ്പ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനൊരു സോഫ്റ്റ് അവർ ഗ്ലാസിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ഉണ്ട്. സോ ഏർലി കരിയറിലൊക്കെ ആണെങ്കിൽ തൃഷ ആദ്യം വന്ന സമയത്ത് തൃഷ കൂടുതലായിട്ടും ഒരു ലോ വേസ്റ്റ് ആയിട്ടുള്ള ജീൻസ് ഇടുമായിരുന്നു, കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ ആവുമായിരുന്നു ഡ്രസ്സിലൊക്കെ. ഈവൻ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്സ് വെച്ചിട്ടുള്ള ടോപ്സ് ഒക്കെ യൂസ് ചെയ്യായിരുന്നു, ചെറിയ പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിലും അങ്ങനെയായിരുന്നു കൂടുതൽ സമയത്തും കണ്ടിരുന്നത്. ആൻഡ് കറന്റ് സ്റ്റൈലിംഗ് തൃഷയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുതലായിട്ടും സാരി, ഒരു ഫ്ലൂയിഡ് ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്ത് ആണ് തൃഷനെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം മോണോക്രോമാറ്റിക് ഔട്ട്ഫിറ്റ്സിൽ കാണാറുണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൗൺസിൽ കാണാറുണ്ട്. സിമ്പിൾ ആണ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം അത് കുറച്ച് എലഗൻ്റ് ആയിട്ടും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും തൃഷയുടെ ഓവറോൾ ലുക്ക് മാറ്റുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരു എലഗൻസ് അല്ലെങ്കിൽ ടൈംലെസ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടും റിലവൻ്റ് ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിലും ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടും ഇൻറ്റൻഷനലി എടുക്കുന്ന ഒരു അപ്രോച്ചാണ്. തൃഷയുടെ മേക്കപ്പ് ലുക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തൃഷനെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്, തിന്നായിട്ടുള്ള ഐബ്രോസ്, അതുപോലെ തന്നെ ഐ ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഡ്രമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ളത്, ഫ്രോസ്റ്റി ആയിട്ടുള്ള ഐ ഷാഡോസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു തൃഷയുടെ ആദ്യ കാലത്തെ മേക്കപ്പ്. ആൻഡ്
ഇതൊക്കെ ഒരു സമയത്ത് ട്രെൻഡി ആയിട്ട് നിന്നിട്ടുള്ളതുമാണ്. ഇപ്പോഴത്തെ തൃഷയുടെ ഒരു മേക്കപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് സ്കിന്നിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻസ് ബെറ്റർ കോംപ്ലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഓൾസോ ഫുള്ളർ ആയിട്ടുള്ള ബ്രോസ്, ലാഷസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോസി പിങ്ക് ടോൺ എപ്പോഴും ലിപ്സിന് കൊടുക്കും. ഇങ്ങനെയുള്ള സട്ടിലായിട്ട് ഫീൽ ചെയ്യുന്നതും എന്നാൽ ഓരോ ഫീച്ചറിനെയും കുറച്ച് എൻഹാൻസ്ഡ് ആക്കി മാറ്റുന്നതുമായിട്ടുള്ള മേക്കപ്പാണ് കൂടുതലായിട്ടും തൃശ്ശ യൂസ് ചെയ്തത്. ഓൾസോ സോഫ്റ്റ് ആയിട്ടുള്ള കോണ്ടൂഴ്സും ചെയ്യാറുണ്ട്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള കോണ്ടൂഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെവി ആയിട്ട് ഒരിക്കലും മേക്കപ്പ് നമ്മൾ കാണാറില്ല. അതായത് മേക്കപ്പിൽ കുളിച്ചതുപോലെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറില്ല. തൃശ്ശ കുറച്ചും കൂടി എലഗൻസ് കൂടിയതായിട്ടും കുറച്ചും കൂടി യൂത്ത്ഫുൾ ആയിട്ടും കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടും കുറച്ചും കൂടി സീരിയസ് ആയിട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. തൃശ്ശയുടെ ഈ ഓവറോൾ സ്റ്റൈലിങ്ങിലും മേക്കപ്പിലും ഹെയർ സ്റ്റൈലിലും ഒക്കെയുള്ള ചേഞ്ചസ് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു എന്ന് വേണം കരുതാൻ. ആദ്യകാലത്ത് കുറച്ചും കൂടി സ്വീറ്റ് റൊമാൻറ്റിക് ഹീറോയിൻ പോലെ കാണപ്പെടാനാണ് തൃശ്ശ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര ചാമിങ് ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും റിലേറ്റബിൾ ആയിട്ടും സ്വീറ്റ് ആയിട്ടും ഒക്കെ തന്നെയാണ് തൃശ്ശനെ പ്രസന്റ് ചെയ്തിരുന്നത്. രണ്ടാമത് തൃശ്ശയ്ക്ക് ഇനിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഒരു ഗ്ലാമറസ് ലീഡിങ് ലേഡി എന്ന രീതിയിൽ തൃശ്ശനെ ബ്രാൻഡ് ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ്. ആ സമയത്ത് കുറച്ചും കൂടി ഡിസയേർഡ് ആയിട്ട് കുറച്ച് അപ്പീലിംഗ് ആയിട്ട് കുറച്ചും കൂടി ഗ്ലാമറസ് ആയിട്ട് അങ്ങനെ തന്നെ അപ്പിയർ ചെയ്യണം എല്ലാവരുടെയും മുമ്പിലെന്നും അങ്ങനെ തന്നെ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡത്തിൽ നിൽക്കണമെന്നും തൃശ്ശ ആഗ്രഹിച്ചിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ടൈമിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജിൽ തൃശ്ശ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എഫേർട്ട്ലെസ്ലി എലഗൻ്റ് ആയിട്ട് നിൽക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ലുക്ക് വരും. അതുപോലെ ഒരു ടൈംലെസ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള അങ്ങനെ ഒരു ലുക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് തൃശ്ശ ശ്രമിക്കാറുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റൈലിങ്ങിലായിക്കോട്ടെ, മേക്കപ്പിലായിക്കോട്ടെ, ഹെയർ സ്റ്റൈലിലായിക്കോട്ടെ, കളർ അനാലിസിസിൽ കളർ പാലറ്റ്സ് യൂസ് ചെയ്യുന്നതിലായിക്കോട്ടെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത് തൃശ്ശയുടെ മൊത്തത്തിലുള്ള ഓവറോൾ അപ്പിയറൻസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഒട്ടും ലൗഡായിരുന്നു, അത് ഭയങ്കര സട്ടിലായിരുന്നു. പക്ഷേ ഒരേ സമയം നമ്മൾ കണ്ടിട്ടുള്ളത് തൃശ്ശയുടെ കോൺഫിഡൻസ് ഭയങ്കര ലൗഡായി മാറുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിരിക്കണം. ഓരോ സമയത്തും എങ്ങനെ റിലവൻ്റ് ആയിട്ട് ഇവിടെ കാണപ്പെടണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഓവറോൾ നമുക്ക് നമ്മളെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഐഡിയയിൽ നിന്ന് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് പോലെ കാണാൻ തുടങ്ങണം. സോ അങ്ങനെ വേണം ബേസിക് ആയിട്ട് നമ്മളുടെ സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ഓവറോൾ സ്റ്റൈൽ ചേഞ്ചോ കൊണ്ടുവരാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.